നെടുങ്ങുന്നമെന്ന പുണ്യഭൂമിയിൽ അക്ഷരദീപമായി ജ്വലിച്ചു നിൽക്കുന്ന വിദ്യയുടെ തിരുമുറ്റം സെന്റ് തെരേസാസ് LP സ്കൂൾ. 106 വർഷങ്ങളുടെ പൈതൃകവുമായി തലമുറകൾക്ക് തണലേകി പന്തലിച്ചു നിൽക്കുന്ന ഈ അറിവിൻ്റെ പൂമരം വിജയഗാഥകൾ രചിച്ച് മുന്നേറുകയാണ്. ഈ പൂമരത്തിൽ പാഠ്യേതര രംഗങ്ങളിൽ പൊൻപൂക്കൾ വിരിഞ്ഞ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഇതളുകൾ 2026 നിറഞ്ഞ അഭിമാനത്തോടെ സമർപ്പിക്കുന്നു. അഭിവന്ദ്യ ബിഷപ്പ് മാർ തോമസ് തറയിൽ, മാനേജർ റവറൻഡ് ഫാദർ ജോബി മൂലയിൽ, ലോക്കൽ മാനേജർ സിസ്റ്റർ മീറ തോമസ് CMC, ഹെഡ് മിസ്ട്രസ് ശ്രീമതി ജെസ്സി P. ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ 12 ഡിവിഷനുകളിലായി 327 കുരുന്നുകൾ അറിവിൻ്റെ വെളിച്ചം തേടുന്നു. 2025 ജൂൺ 2 പുതിയ അധ്യയന വർഷത്തെ ആദ്യ സ്റ്റാഫ് കൗൺസിൽ ഒത്തുചേർന്നു. ബർസാറായി ശ്രീമതി മെറീന സെബാസ്റ്റ്യനും, സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീ ടോം ജോസഫും, PTA സെക്രട്ടറിയായി ശ്രീമതി സ്വപ്ന സേവ്യറും, SRG കൺവീനറായി ശ്രീമതി ഷേർലി ജോസഫും കർമ്മപദത്തിൽ അമരക്കാരായി. ഈ അധ്യയന വർഷം നമ്മുടെ വിദ്യാലയത്തിന് പുത്തൻ കരുത്തായെത്തിയ ശ്രീമതി ടിൻഡു ജേക്കബ്, ശ്രീമതി റിനു കുര്യാക്കോസ്, ശ്രീ ഗോകുൽ V. നായർ, സിസ്റ്റർ ക്രിസ് മെറീറ്റ CMC എന്നിവർക്ക് തെരേസ്യൻ കുടുംബത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒപ്പം പടിയിറങ്ങിപ്പോയ ശ്രീമതി ടിൻഡു PS സ്നേഹത്തോടെ യാത്രാമൂല്യം. 1/4 നൂറ്റാണ്ടോളം രുചിയുടെയും വൃത്തിയുടെയും കരുതലായിരുന്ന മോളി ചേച്ചിക്ക് നന്ദിപൂർവ്വം യാത്രാമംഗളങ്ങൾ നേരുന്നു. ജൂൺ 2 മാനേജർ സിസ്റ്റർ മീറ തോമസ് CMCയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജമ്മ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത പ്രവേശനോത്സവത്തോടെ ഈ അങ്കണം ഉണർന്നു. മധുരവും സമ്മാനങ്ങളും നൽകി നവാഗതരെ നാം നെഞ്ചിലേറ്റി. രാവിലെ 8:45 പ്രാർത്ഥനാ ഗീതം ഉയരുന്നു. തുടർന്ന് 9:10 അധ്യാപകരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം കുരുന്നുകളുടെ നേതൃത്വത്തിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ അസംബ്ലികൾ. വർഷാരംഭത്തിൽ തന്നെ പുസ്തകങ്ങളും യൂണിഫോമും നൽകി. 308 കുട്ടികൾക്ക് വിദ്യയോടൊപ്പം അന്നവും. സർക്കാരിൻ്റെ ഉച്ചഭക്ഷണം, പാൽ, മുട്ട എന്നിവ നൽകി വരുന്നു. വിശേഷ ദിനങ്ങളിൽ സ്നേഹത്തിൻ്റെ രുചിയായി ബിരിയാണിയും വിളമ്പുന്നു. മണ്ണിനെ അറിഞ്ഞ് മനുഷ്യനെ സ്നേഹിക്കാൻ ഹരിത ക്ലബിൻ്റെ കരങ്ങളാൽ സ്കൂളിലും വീടുകളിലും പച്ചക്കറിത്തോട്ടങ്ങൾ വസന്തം തീർത്തു. സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ വിഷരഹിത പച്ചക്കറികൾ ഇടം പിടിച്ചു. ചങ്ങാതിക്കൊരു മരം പദ്ധതിയിലൂടെ കൈമാറിയ തൈകൾ വീടുകളിൽ തണലായി വളർന്നു. സ്കൂളിൽ ഓണാവധിക്ക് അതിഥിയായി എത്തിയ തേനീച്ചക്കൂട്ടത്തെ പോലും നോവിക്കാതെ ശാസ്ത്രീയമായി മാറ്റിപ്പാർപ്പിച്ചു. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് പ്ലാസ്റ്റിക് രഹിത വിദ്യാലയമായി നമ്മൾ മാതൃകയായി. പരിശീലനം സിദ്ധിച്ച അധ്യാപകർ ക്ലാസ് മുറികളെ അറിവിൻ്റെ ഗോപുരങ്ങളാക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ സ്റ്റാഫ് മീറ്റിംഗും SRG ക്ലാസ് PTA യോഗങ്ങളും കൂടുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ കൈപിടിച്ചുയർത്താൻ ഉച്ചയ്ക്ക് 1 മുതൽ 1:30 വരെ പ്രത്യേക കരുതൽ. ICTയുടെ സാധ്യതകൾ പഠനം ആസ്വാദികരമാക്കി. അക്കാദമിക മാസ്റ്റർ പ്ലാൻ നവീകരിക്കുകയും 16 പ്രതിഭകൾക്ക് LSS പരിശീലനം നൽകുകയും ചെയ്തു. സമ്പാദ്യശീലം വളർത്താൻ ദേശീയ ലഘു സമ്പാദ്യ പദ്ധതിയിൽ 60 കുട്ടികൾ പങ്കാളികളായി. പരിസ്ഥിതി ദിനം മുതൽ ക്രിസ്മസ് വരെ വായനയും യോഗയും ഓണവും കേരളപ്പിറവിയുമെല്ലാം ആഘോഷങ്ങളുടെ വർണ്ണക്കുട നിവർത്തി. ഇതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. കുട്ടികളുടെ സർഗവസന്തത്തിന് 12ഓളം ക്ലബ്ബുകൾ. ലാംഗ്വേജ് ക്ലബിൻ്റെ ചിറകിലേറി പത്രവായനയും മികവാർന്ന ലൈബ്രറിയും. പത്രങ്ങൾ സ്പോൺസർ ചെയ്ത 1301 നമ്പർ നെടുങ്ങുന്നം സർവീസ് സഹകരണ ബാങ്കിന് നന്ദി. ഫാദർ ജേക്കബ് കളത്തിവീട്ടിൽ ഉദ്ഘാടനം ചെയ്ത ലിഡ്ഫെസ്റ്റ് 2025, വർണ്ണച്ചിറകുകൾ എന്ന കയ്യെഴുത്ത് മാസിക, റേഡിയോ നെല്ലിക്ക പ്രോഗ്രാം അക്ഷരങ്ങളുടെ ലോകം കുട്ടികൾക്ക് മുന്നിൽ തുറന്നു. ജനാധിപത്യത്തിൻ്റെ ബാലപാഠങ്ങൾ പകർന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലൂടെ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ
സ്കൂൾ പാർലമെന്റ് ഇലക്ഷനും നടന്നു. കലയുടെ വർണ്ണങ്ങൾ വിതറി ആർട്സ് ക്ലബ്, വർണ്ണങ്ങൾ വാരി വിതറി ദീപിക കളർ ഇന്ത്യ മത്സരം. ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് തുടർച്ചയായ നൃത്ത പരിശീലനം. ഗണിതമേളയ്ക്കും ക്വിസിനും മാത്സ് ക്ലബ്ബ് കരുത്തേകി. ശാസ്ത്ര കൗതുകമുണർത്താൻ സയൻസ് ക്ലബ്. പരിസ്ഥിതിയിലെ വിവിധ ആവാസ വ്യവസ്ഥകളും കാവുകളും തേടി അവർ യാത്ര ചെയ്തു. ഡോക്യുമെൻ്ററിയും ദിനാചരണങ്ങളും പരീക്ഷണങ്ങളും വാനനിരീക്ഷണവുമായി അവർ സജീവമായി. കായികക്ഷമതയ്ക്കായി സ്പോർട്സ് ക്ലബ്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജമ്മ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ചവിട്ടാൻ പറക്കാം സൈക്കിൾ പരിശീലനം, റോളർ സ്കേറ്റിംഗ്, സ്കൂപ്പിംഗ്, കരാട്ടെ, കുംഫു, യോഗ. അങ്ങനെ ആരോഗ്യമുള്ള ശരീരവും മനസ്സും വാർത്തെടുത്തു. മാനസിക ഉല്ലാസത്തിനായി സൂംബ ഡാൻസിന്റെ താളവും കലാലയത്തിൽ മുഴങ്ങി. നന്മയുള്ള മനസ്സുകൾക്കായി സ്നേഹം പദ്ധതി. ശാസനയില്ലാ വാരം മുതൽ ക്ഷമാപണ വാരം വരെ. നന്മയുടെ പാഠങ്ങൾ, സുരക്ഷാ ക്ലാസുകൾ, ജീവിത ലക്ഷ്യ ബോധവൽക്കരണം, കൗൺസിലിംഗ്, ആരോഗ്യ ക്ലാസുകൾ എന്നിവ കുരുന്നുകളെ കരുതലോടെ കാക്കുന്നു. തൊഴിൽ നൈപുണിക്ക് കൂട്ടിന് പ്രവൃത്തി പരിചയ ക്ലബ്ബും. പാഠപുസ്തകത്തിനപ്പുറം അനുഭവങ്ങളുടെ പാഠങ്ങൾ. 1-ാം ക്ലാസ്സുകാർ പറവകളെ നിർമ്മിച്ചും സദ്യ പങ്കുവെച്ചും ഓലക്കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയും പഠിച്ചു. 2-ാം ക്ലാസ്സുകാർ ഫ്രൂട്ട് സലാഡ് രുചിച്ചും ട്രാഫിക് സ്കിറ്റ് കളിച്ചും അറിവ് നേടി. 3-ാം ക്ലാസ്സിൽ മഴമാമിനിയും കൈകഴുകൽ ദിനവും. 4-ാം ക്ലാസ്സുകാർ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് ഡോക്യുമെൻ്ററി തയ്യാറാക്കിയും വാഴ വിഭവങ്ങൾ ഒരുക്കിയും വിസ്മയിപ്പിച്ചു. തിരുവനന്തപുരം മ്യൂസിയം മുതൽ ഫണ്ടൂറ പാർക്ക് വരെ പഠനയാത്രകൾ ഉല്ലാസത്തിൻ്റെ ഓർമ്മകളായി. അധ്യാപകർക്കായി ജന്മദിനാഘോഷങ്ങളും ടൂറും. നമ്മുടെ സ്കൂളിൻ്റെ പൊന്നിതളുകൾ. വിജ്ഞാനോത്സവത്തിലും LSS സ്കോളർഷിപ്പിലും നമ്മുടെ താരങ്ങൾ തിളങ്ങി. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ തുടർച്ചയായി 6-ാം തവണയും ബെസ്റ്റ് LP സ്കൂൾ അവാർഡ് എന്ന അംഗീകാരം. കറുകച്ചാൽ ഉപജില്ലാ കായികമേളയിൽ നാളിതുവരെ ആർക്കും വിട്ടുകൊടുക്കാതെ ഓവറോൾ 1-ാം സ്ഥാനം. കറുകച്ചാൽ ഉപജില്ല ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിലും കലോത്സവത്തിലും KCSL കലോത്സവത്തിലും ഓവറോൾ വിജയങ്ങൾ. DCL മത്സരങ്ങളിലും താലൂക്ക് ലൈബ്രറി മത്സരങ്ങളിലും മികച്ച വിജയങ്ങൾ. മാതൃഭൂമി ഹരിത വിദ്യാലയം അവാർഡും കുംഫു, കരാട്ടെ മത്സരങ്ങളിലെ നേട്ടങ്ങളും നമ്മുടെ യശസ് ഉയർത്തി. ഈ വിജയങ്ങൾ ടാലന്റ് ഫിയസ്റ്റ 2026 എന്ന വിക്ടറി ഡേയിലൂടെ നാം ആഘോഷിച്ചു. ആദ്യ ഗുരുക്കന്മാരായ അംഗൻവാടി അധ്യാപകരെ ലീഡിംഗ് ലൈറ്റ്സ് എന്ന പേരിൽ ആദരിച്ചു. തിരുഹൃദയ പ്രതിഷ്ഠയോടെ തുടക്കം. ജപമാലയും വേദപാഠവും സന്മാർഗ പഠനവും ആത്മാവിന് കരുത്തേകി. ക്രിസ്മസിന് തെരേസ്യൻ ലൈറ്റ്സ് റീൽസും അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷവും ഭക്തി നിർഭരമായി. കരുണയുടെ ഉറവയായി മദർ തെരേസ ഹോമിലേക്ക് സഹായം. മല്ലപ്പള്ളി കാരുണ്യ ഭവനിലേക്ക് പൊതിച്ചോറ്. വിൻസെൻ്റ് ഇപ്പോൾ സഹായം. നെടുങ്കുന്നം പള്ളിയിലെ ഫുഡ് ഫെസ്റ്റിലേക്ക് സംഭാവന എന്നിവയിലൂടെ പ്രാർത്ഥനയ്ക്കൊപ്പം കാരുണ്യവും നാം കൈമുതലാക്കി. കരുത്തായി രക്ഷിതാക്കൾ. ശ്രീ രാജേഷ് KRും അഡ്വക്കേറ്റ് ജയലക്ഷ്മി AIയും PTA നേതൃത്വം നൽകി. സ്കൂൾ വികസനത്തിൽ അവരുടെ പങ്ക് വളരെ നിസ്തുലമാണ്. ഏറ്റവും മഹത്തരമായ കാര്യം സ്നേഹിതയ്ക്കൊരു സ്വപ്നഭവനം. നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിക്ക് വീട് നിർമ്മിക്കാൻ ബിരിയാണി ചലഞ്ചിലൂടെ 1,54,782 രൂപ സമാഹരിച്ച് നൽകി PTA എക്സിക്യൂട്ടീവ് കാരുണ്യത്തിൻ്റെ മാതൃകയായി. റൂഫിംഗ് നടത്താൻ പ്രത്യേക ഫണ്ട് അനുവദിച്ച CMC ഹോളിക്യൂൺസ് പ്രൊവിൻസിന് 1000 നന്ദി. 106 വർഷങ്ങളുടെ ഈ പ്രയാണത്തിൽ താങ്ങും തണലുമായി നിന്ന വിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ആരോഗ്യ, കൃഷി, പോലീസ് വകുപ്പുകൾ, മാനേജ്മെന്റ്, സഹോദര സ്ഥാപനങ്ങൾ, പരിശീലകർ, വാഹന ജീവനക്കാർ, പാചക തൊഴിലാളികൾ, ഏവർക്കും നന്ദിയുടെ പൂച്ചെണ്ടുകൾ. എല്ലാറ്റിനുമുപരിയായി നമ്മെ കൈപിടിച്ച് നടത്തിയ സർവശക്തനായ ദൈവത്തിനും മധ്യസ്ഥയായ
വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു.